ഹായ്, വെറുതെ പനിയൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ യാത്രയായി. പിന്നെ എനിക്ക് എവിടെ പോയില്ലെങ്കിൽ ഉടുപ്പ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഉടുപ്പ് അങ്ങോട്ട് എടുത്തിട്ടു. പിന്നെ കുളിച്ചൊന്നുമില്ല, അത് പിന്നെ പൊതുവെ ഇല്ലല്ലോ. പിന്നെ മുടി നോക്കിയപ്പോൾ ദേണ്ടേ പഴയ മുടി അത് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കുള്ളിലൊരു സന്തോഷം തോന്നി. പക്ഷേ ഇനി നല്ലപോലെ ഇത് ചട വരുമ്പോൾ ഇതെങ്ങനെയാണ് മെരുക്കി എടുക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനുണ്ട്. എന്നാലും കുഴപ്പമില്ല. ലിപ്സ്റ്റിക് ഇടാണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോകാറില്ല. പക്ഷെ കുറച്ചാൾ ഇരുന്നപ്പോഴത്തേക്കും ചുണ്ടിൻ്റെ സാധാരണ നിറം തിരിച്ചു വന്നു. ലിപ്സ്റ്റിക് ഇട്ടത് നശിപ്പിക്കുവാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഇടാണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും നാളെ എൻ്റെ സ്വഭാവം മാറുമ്പോൾ ഞാൻ ഇടും. എന്താല്ലേ. അപ്പം അങ്ങനെ ഇറങ്ങി. അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷെ വൈകുന്നേരമാണ്. നമ്മൾ മീൻ മേടിക്കാനാണ് പോകുന്നത്. പിന്നെ ഈ ഗ്ലൂക്കോസ് പൊടിയുടെ കൂടെ വരുമ്പോഴുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ തിന്നാൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിത്തരും. ഇന്ന സാധനമൊന്നുമില്ല. പണ്ടൊക്കെ എപ്പോൾ പുറത്തു പോയാലും ബിരിയാണി കഴിക്കണം എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. പിന്നെ അത് മന്തി. പിന്നെ ഇങ്ങനെ തിന്ന് ഞാനിപ്പോൾ ഒരു കുണ്ടമ്മയായി. അപ്പോഴാണ് അതേ മീൻ മേടിച്ച് വന്നപ്പോൾ ഇവനിവിടെ കിടക്കണം. കുറച്ച് നേരം വിളിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി. പിന്നെ നേരെ നമ്മൾ വന്നിട്ട് കുറച്ച് പഴങ്ങളൊക്കെ മേടിച്ചു. കുറച്ച് ഓറഞ്ചും പിന്നെ തണ്ണിമത്തൻ അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ചു. പിന്നെ നേരെ കുറച്ച് പച്ചക്കറി മേടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മന്തിക്കാണ് ഞാൻ കാത്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം മന്തി വാങ്ങിച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസ് പൊടി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ വെയിലൊക്കെ പതുക്കെ ആറി തുടങ്ങി. നമ്മളിങ്ങനെ പാലത്തേക്കടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വലിയ ചൂടൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കയ്യിലിരിക്കണം മന്തിക്ക് നല്ല ചൂടുണ്ട്. അതിങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. വീട്ടിൽ ചെന്നത് കഴിക്കണമൊക്കെ ഓർത്തിട്ടേ അങ്ങനെ ഇതൊക്കെ വെട്ടി വിഴുങ്ങണം. അപ്പോൾ പൊക്കി